നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇ.പി. ജയരാജൻ ബി.ജെ.പിയിലേക്ക് പോകുമെന്ന് കെ. സുധാകരൻ. പാർട്ടി സെക്രട്ടറി സ്ഥാനം നൽകാത്തതിൽ ഇ.പി. അസ്വസ്ഥൻ. സുധാകരന് മരുന്ന് കഴിക്കാത്തതിന്റെ തകരാറെന്ന് ഇ.പി. ജയരാജൻ. ചരിത്രത്തിലേക്ക് നങ്കൂരമിട്ട് അഴീക്കൽ തുറമുഖം. ആഡംബര ടൂറിസ്റ്റ് കപ്പൽ അഴീക്കലിൽ എത്തി. ഇനി ഉത്തര മലബാറിന്റെ ടൂറിസം രംഗത്തിന് നവോന്മേഷം. വരവേൽപ്പ് നൽകി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ. വിധി എഴുതാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. പോളിംഗ് സാമഗ്രികൾ ശേഖരിച്ച് പ്രിസൈഡിംഗ് ഓഫീസർമാർ. പഴുതടച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി പോലീസ്. ഏവരും സമ്മതിദാനം വിനിയോഗിക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷണർ. വാർത്തകൾ വിശദമായി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളം നാളെ വിധിയെഴുതും. 40 ദിവസം നീണ്ട പരസ്യ പ്രചാരണത്തിന് ഇന്നലെ ആവേശഭരിത കൊട്ടിക്കലാശമുണ്ടായി. ഇന്ന് നിശബ്ദ പ്രചാരണമാണ് നടന്നത്. അവസാന മണിക്കൂറിലും വോട്ടുറപ്പിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു മുന്നണികളും സ്ഥാനാർത്ഥികളും. രണ്ടാം ഘട്ടമായ നാളെ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലടക്കം രാജ്യത്ത് 88 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കും. കേരളത്തിന് പുറമെ 12 സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും നാളെ വോട്ടെടുപ്പ് നടക്കും. സംസ്ഥാനത്ത് 20 മണ്ഡലങ്ങളിലായി 194 സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ട്. 25,231 ബൂത്തുകളിലായി 2.77 കോടി വോട്ടർമാരാണ് സമ്മതിദാന അവകാശം ഉപയോഗിക്കുക. നാളെ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇ.പി. ജയരാജൻ ബി.ജെ.പിയിൽ പോകുമെന്ന് കെ. സുധാകരൻ. പാർട്ടി സെക്രട്ടറി സ്ഥാനം എം.വി. ഗോവിന്ദന് നൽകിയതിൽ ഇ.പി. നിരാശൻ. ശോഭാ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖരനും ഇ.പിയുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. മഹാരാഷ്ട്ര ഗവർണർ പദവി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നും കെ. സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞു. സുധാകരൻ പോകുന്നു. ഞാനല്ല പോകുന്നത്, ഇ.പി. ജയരാജനാണ്. ഇ.പി. ജയരാജന്റെ ചർച്ച കഴിഞ്ഞു. ഈ ശോഭാ മുഖാന്തരം നടത്തിയ ചർച്ച നടന്നു. ചന്ദ്രശേഖരനും ചർച്ച നടന്നു ഒരു പരിധി വരെ എല്ലാം കടന്നങ്ങോട്ട് എത്തിയപ്പോൾ പാർട്ടിയിൽ നിന്ന് ഭയങ്കരമായ ഭീഷണി ജയരാജന് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം പുള്ളി പിന്നോട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ എന്താണ് എന്നറിയില്ല. പിന്നെ ഞാൻ ചോദിക്കുന്നത്, അതിനകത്ത് ആരാ CPM ഇവരെ BJP-കാരെ എന്നെ വിമർശിക്കുന്നവരാരാ? ഗോവിന്ദ മാഷുണ്ടോ? ഗോവിന്ദ മാഷ് അടുത്ത ദിവസം എല്ലാം ഒരു ചർച്ച കാണിച്ചു തരാൻ പറ്റും, സ്റ്റേറ്റ്മെന്റ് കാണിച്ചു തരാൻ പറ്റുമോ? 6 മാസമായിട്ട് പുള്ളിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ലല്ലോ. ഇ.പി. 6 മാസമായി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെയൊന്നും BJP-യിലേക്ക് പോകുന്നു? ഞാനെന്ത് പഴിച്ചിട്ടാ നിങ്ങൾ ഈ പോകുന്നെന്ന് പറയുന്നതിന്റെ പൊരുള്? ആരെ ചർച്ച? ഗൾഫിൽ വെച്ചാണ് നടത്തിയത്. ഈ തൃശ്ശൂര് രാമനിലയത്തിലേക്ക് വിളിച്ചു എന്ന് പറയുന്നത് അതുണ്ടാകാം. പക്ഷെ ഗൾഫിലാണ് ഫസ്റ്റ് ചർച്ച നടന്നത്. ഗൾഫിലാണ്. തനിക്കെതിരായ ആരോപണങ്ങൾ പരാജയ ഭീതി കാരണമെന്ന് ഇ.പി. ജയരാജൻ. ബി.ജെ.പിയിലേക്ക് പോവുകയാണെന്ന കെ. സുധാകരന്റെ പ്രസ്താവനയോട് കണ്ണൂർ അരോളിയിലെ വീട്ടിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. സുധാകരൻ എത്ര തവണ ബി.ജെ.പിയിലേക്ക് പോവാൻ ശ്രമിച്ചു? ബി.ജെ.പിയിലേക്ക് ചേരാനായി സുധാകരൻ ചെന്നൈ വരെ പോയിട്ടുണ്ടെന്നും ഇ.പി. പറഞ്ഞു. എനിക്ക് ബി.ജെ.പിയിലേക്ക് മാർക്സിലേക്ക് പോകേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ അവർക്കെതിരെ പൊരുതി വന്നവനാണ്. എന്നെ കൊല്ലാൻ നിരവധി തവണ RSSകാർ ബോംബെറിഞ്ഞതാണ്. പാനൂരിൽ വെച്ച് ഒരു തവണയല്ല, 3 തവണ എന്നെ ബോംബെറിഞ്ഞതാണ്. ഒരു തവണ ഞാൻ ബോംബെറിഞ്ഞിട്ട് തലശ്ശേരി ആശുപത്രിയിലായിരുന്നു. 3 തവണ എന്നെ വധിക്കാൻ ബോംബെറിഞ്ഞ് നടന്നിട്ടുള്ള RSS BJP ആ പാർട്ടിയെക്കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ഈ നാട്ടിലെ സുധാകരൻ്റെ എനിക്ക് ഒന്ന് അൽഷിമേഴ്സ് ഉണ്ട്. അദ്ദേഹത്തിന് എനിക്കൊരു ഓർമ്മക്കുറവുണ്ട്. എന്തോ ഒരു തകരാറുണ്ട്. ഈ തകരാറും കൊണ്ടെല്ലാം പോയാൽ എങ്ങനെ കോൺഗ്രസിനെ നയിക്കാൻ കഴിയും? ഇങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കഴിയും? അതുകൊണ്ട് ആദ്യം സാമാന്യഗതിയിൽ ഒരു നല്ല മനുഷ്യനാകാൻ നോക്കുക. ഒരു നല്ല രാഷ്ട്രീയ നേതാവാകാൻ കഴിയുമെന്ന് പരിശ്രമിക്കുക. മരുന്ന് കൃത്യമായി കഴിക്കുക. ഓർമ്മശക്തി തിരിച്ചു പിടിക്കൂ. സത്യങ്ങളിൽ ഊന്നി നിൽക്കൂ. ഇതിന് പറഞ്ഞതെന്താ, ഞാൻ ദുബായിൽ പോയി കാര്യം കാണാൻ. ഞാൻ ദുബായിൽ പോകാൻ വർഷങ്ങളായി. ഞാൻ മന്ത്രിയായിരുന്ന അവസരത്തിലാണ് ദുബായിൽ പോയത്. എന്ത് ദുബായിൽ പോകാൻ? ലോക്സഭാ തിരഞ്ഞെടുപ്പ് ദിനമായ ഏപ്രിൽ 26-ന് സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചു. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത് ഏപ്രിൽ 26-നാണ്.
ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കടക്കം എല്ലാ സ്ഥാപനങ്ങൾക്കും പൊതു അവധി പ്രഖ്യാപിച്ചത്. വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ശമ്പളത്തോടെയുള്ള അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന എല്ലാ സർക്കാർ, അർദ്ധ സർക്കാർ വാണിജ്യ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചാണ് സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയത്. വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ശമ്പളത്തോടുള്ള അവധിയായിരിക്കും. കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ടിന് പരിധിയിൽ വരുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ, സ്വകാര്യ വ്യവസായ കേന്ദ്രങ്ങൾ തുടങ്ങിയിടങ്ങളിൽ അവധി പ്രഖ്യാപിക്കുന്നതിന് ലേബർ കമ്മീഷണർ ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണം. അവധി ദിനത്തിൽ വേതനം നിഷേധിക്കുകയോ കുറവ് വരുത്തുകയോ ചെയ്യരുതെന്നും ഉത്തരവിൽ പറയുന്നു. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. EP ജയരാജൻ BJPയിലേക്ക് പോകുമെന്ന് കെ സുധാകരൻ. പാർട്ടി സെക്രട്ടറി സ്ഥാനം നൽകാത്തതിൽ EP അസ്വസ്ഥൻ. സുധാകരന് മരുന്ന് കഴിക്കാത്തതിന്റെ തകരാറെന്ന് EP ജയരാജൻ. ചരിത്രത്തിലേക്ക് നങ്കൂരമിട്ട് അഴീക്കൽ തുറമുഖം. ആഡംബര ടൂറിസ്റ്റ് കപ്പൽ അഴീക്കലിൽ എത്തി. ഇനി ഉത്തര മലബാറിന്റെ ടൂറിസം രംഗത്തിന് നവോന്മേഷം. വരവേൽപ്പ് നൽകി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ. വിധി എഴുതാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. പോളിംഗ് സാമഗ്രികൾ ശേഖരിച്ച് പ്രിസൈഡിംഗ് ഓഫീസർമാർ. പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി പോലീസ്. ഏവരും സമ്മതിദാനം വിനിയോഗിക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷണർ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. കോസ്മെറ്റോളജി രംഗത്ത് ഏറ്റവും മികവുറ്റ കോഴ്സുകളുമായി GITD 17ാം വർഷത്തിലേക്ക്. 100% പ്രാക്ടിക്കൽ ഓറിയന്റഡ് ട്രെയിനിങ്, ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം, പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD വനിതകളുടെ വിജയത്തിന്റെ വഴികാട്ടി. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. റമദാൻ, വിഷു, ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കാൻ ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു ഹാർമണി ഫിയസ്റ്റ ബിഗ് സെയിൽ. എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി, മൈക്രോവേവ് ഓവൻ തുടങ്ങി ഗൃഹോപകരണങ്ങൾ സൗജന്യമായി. ഒപ്പം ഗിഫ്റ്റ് വൗച്ചറുകളും സ്വർണ്ണ നാണയങ്ങളും. വർണ്ണവിസ്മയങ്ങളുമായി ഇമ്മാനുവൽ ഒരുക്കുന്നു സവിശേഷമായ റംസാൻ കളക്ഷൻസ്. പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഈസ്റ്ററിനും വിഷുവിനും ഒരുങ്ങാം. കുടുംബസമേതം. കിഡ്സ് കളക്ഷനിലെ ന്യൂ ട്രെൻഡുകളുമായി കിഡ്സ് വെയർ സെക്ഷൻ. വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ വൈവിധ്യങ്ങൾ. വരൂ, നേടൂ വൻ വിലക്കുറവിനൊപ്പം കൈ നിറയെ സമ്മാനങ്ങളും. ഇമ്മാനുവൽ സിൽക്സ്, ന്യൂ ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. മെഗാ മാൾ, കാഞ്ഞങ്ങാട്. റിയാദ് മാൾ, പയ്യന്നൂർ. മെയിൻ റോഡ്, ഇരട്ടി. M സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. വാർത്തയിലേക്ക്. ഉത്തര മലബാറിന്റെ ടൂറിസം രംഗത്തിന് നവോന്മേഷം നൽകി അഴീക്കൽ തുറമുഖത്ത് ആഡംബര ടൂറിസ്റ്റ് കപ്പൽ നങ്കൂരമിട്ടു. ചരക്ക് കാർഗോ കപ്പൽ ഇടയ്ക്കിടെ തുറമുഖത്ത് നേരത്തെ എത്തിയിരുന്നുവെങ്കിലും ബുധനാഴ്ച രാവിലെ ലൊഹങ്ക എന്ന അമേരിക്കൻ ടൂറിസ്റ്റ് കപ്പലെത്തി. നങ്കൂരമിട്ടത് പുതിയ ചരിത്രം കൂടിയാണ്. ഇതാദ്യമായാണ് അഴീക്കലിൽ വിദേശ ടൂറിസ്റ്റ് കപ്പൽ എത്തുന്നത്. ക്യാപ്റ്റൻ റെയ്മണ്ട് പീറ്റർ സീലി നിയന്ത്രിച്ച കപ്പലിൽ അമേരിക്കൻ പൗരനായ സെറുഗ്വൽ കൊസുമിനും ഭാര്യ എലേന കൗസ്മിനെയും
കപ്പൽ ജീവനക്കാരും ഉൾപ്പെടെ 9 പേരാണ് ഉണ്ടായിരുന്നത്. ലൊഹങ്കയുടെ ഉടമകൾ സ്വർഗൽ എലേന ദമ്പതിമാരാണ്. അഴീക്കൽ തുറമുഖത്തിന് 5 വർഷത്തേക്കുള്ള ഇന്റർനാഷണൽ ഷിപ്പ് ആൻഡ് പോർട്ട് ഫെസിലിറ്റി കോഡ് അംഗീകാരം ലഭിച്ചതിന് ശേഷമാണ് കപ്പൽ അഴീക്കൽ തീരത്തെത്തിയതെന്ന പ്രത്യേകതയുണ്ട്. കൊച്ചി ബേപ്പൂർ തീരങ്ങൾ സന്ദർശിച്ച ശേഷം ബുധനാഴ്ച രാവിലെ 10ഓടെയാണ് ലൊഹങ്ക അഴീക്കലിൽ നങ്കൂരമിട്ടത്. ഇനി മംഗളൂരുവിലേക്കും ശേഷം മുംബൈയിലേക്കും പോകും. കണ്ണൂരിൻ്റെ തെയ്യക്കാഴ്ചകൾ നേരിൽ അനുഭവിക്കാനും രുചികൾ ആസ്വദിക്കാനുമാണ് ദമ്പതിമാർ അഴീക്കലിലെത്തിയത്. ഇന്റലിജൻസ് ബ്യൂറോ, കോസ്റ്റൽ പോലീസ്, സ്പെഷ്യൽ ബ്രാഞ്ച് എന്നിവയുടെ പരിശോധനയ്ക്ക് ശേഷം ദമ്പതിമാർക്ക് അഴീക്കൽ പോർട്ട് ഓഫീസിൻ്റെയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെയും നേതൃത്വത്തിൽ സ്വീകരണവും നൽകി. കെ വി സുമേഷ് MLA നേതൃത്വത്തിൽ ദമ്പതിമാരെ അധികൃതർ ഷാളണിയിച്ച് സ്വീകരിച്ചു. ക്യാപ്റ്റൻ പ്രതീഷ് KG നായർ, T ദീപൻകുമാർ, VV പ്രസാദ്, കാർഗോ ഷിപ്പിംഗ് കമ്പനിയുടെ വിശേഷ് രാജ്, വസന്ത് കുമാർ, DTPC സെക്രട്ടറി JK ജിജേഷ് കുമാർ, PR ശരത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇത്തവണയും ലോക്സഭാ ഇലക്ഷൻ ഹരിത ഇലക്ഷനായി നടത്തുന്നതിന്റെ ഭാഗമായി ചിത്രപ്രദർശനം നടത്തി. പുല്ലൂപ്പിക്കടവ് KTDCയുടെ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ KM സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ആവശ്യമുള്ള ആൾക്കാർ വരും, ഹരിതകർമ്മ സേനകരും, അല്ലെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ മറ്റു മാർഗങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അവർക്ക് കൊടുക്കുക. അവരത് പുതിയ ഉൽപ്പന്നമായിട്ട് കൊണ്ടുവരും. അല്ലെങ്കിൽ കറങ്ങിത്തിരിഞ്ഞ് മാറുന്ന ഒരിക്കലും അലിഞ്ഞു പോകാത്ത മെറ്റീരിയലായിരുന്നു നമ്മൾ നേരത്തെ പല തെരഞ്ഞെടുപ്പുകൾക്കും ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ വലിയ രീതിയിലുള്ളൊരു ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഇലക്ഷൻ, ലോക്സഭാ ഇലക്ഷൻ തൊട്ട് ഗ്രീൻ പ്രോട്ടോകോൾ ഹരിത ഇലക്ഷൻ 2024 പ്രചരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ ശുചിത്വ മിഷനും കണ്ണാടിപ്പറമ്പ് ഗ്രാമകേളി കലാ തിയേറ്ററും ചേർന്നാണ് ചിത്രപ്രദർശനം സംഘടിപ്പിച്ചത്. സി വിനോദ്, അനജ് ഗ്രാമകേളി, വിദ്യ K എന്നിവർ സംസാരിച്ചു. ഹരിത പെരുമാറ്റച്ചട്ടം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി 22-ന് സംഘടിപ്പിച്ച ചിത്രരചന മത്സരത്തിൽ നിന്നും തെരഞ്ഞെടുത്ത 20 കുട്ടികളുടെ ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെയും അനുബന്ധ സാമഗ്രികളുടെയും വിതരണം നടന്നു. വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് ജില്ലയിലെ വിവിധ വിതരണ കേന്ദ്രങ്ങളിലാണ് വിതരണം നടന്നത്. 11 നിയമസഭാ മണ്ഡലങ്ങളിലെയും വിതരണ കേന്ദ്രങ്ങളിൽ നിന്ന് ഇവ പ്രിസൈഡിംഗ് പോളിംഗ് ഓഫീസർ അടങ്ങുന്ന സംഘങ്ങൾ ഏറ്റുവാങ്ങി. വൈകിട്ടോടെ പോളിംഗ് സംഘങ്ങൾ അവർക്ക് നിശ്ചയിക്കപ്പെട്ട ബൂത്തുകളിൽ എത്തിച്ചേർന്നു. തളിപ്പറമ്പ് ടാഗോർ വിദ്യാനികേതൻ GVHSS, കുറുമാത്തൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, പള്ളിക്കുന്ന് കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെൻറ് വനിതാ കോളേജ്, കണ്ണൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, തോട്ടട SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങിയ കേന്ദ്രങ്ങളിൽ നിന്നാണ് EVM മെഷീൻ അടക്കമുള്ള സാധന സാമഗ്രികൾ വിതരണം ചെയ്തത്. നാളെ വോട്ടെടുപ്പ് പൂർത്തിയായതിനു ശേഷം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളും VVPAT വോട്ടിംഗ് യന്ത്രങ്ങളും ഈ കേന്ദ്രങ്ങളിൽ തന്നെ സ്വീകരിക്കും. അവിടെ നിന്ന് കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ വോട്ടെണ്ണൽ കേന്ദ്രമായ ചാല ചിന്മയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലേക്ക് മാറ്റും. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. CPM-നെ സംബന്ധിച്ചിടത്തോളം കള്ളവോട്ട് പുതുമയുള്ള കാര്യമല്ലെന്ന് K സുധാകരൻ. തിരഞ്ഞെടുക്കപ്പെട്ട സെന്ററുകളിൽ നിന്നും CPM-ന്റെ ഒത്താശയോടുകൂടി തന്നെയാണ് കള്ളവോട്ട് നടക്കുന്നത്. ഇത് കാലാകാലങ്ങളിൽ ഇവർ നടത്തിവരുന്ന കാര്യമാണെന്നും K സുധാകരൻ പറഞ്ഞു. കള്ളവോട്ട് ചെയ്യുന്നവർക്ക് സംരക്ഷണം കൂടി പാർട്ടി കൊടുക്കുന്നതുകൊണ്ട് അവർ ഇക്കാര്യം കൃത്യമായി ചെയ്യുന്നുണ്ടെന്നും സുധാകരൻ പറഞ്ഞു. കള്ളവോട്ട് എല്ലാ കാലവും CPM ചെയ്യുന്നത് ഒരു സാധാരണമായ പ്രക്രിയയാണ്. അതിനകത്ത് അവർക്കൊരു പുതുമയും തോന്നാറില്ല. എല്ലാ കാലവും എല്ലാ തിരഞ്ഞെടുപ്പിലും കള്ളവോട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഇപ്പോഴും CPM. കള്ളവോട്ട് ചെയ്യുന്ന ആളുകൾക്ക് സംരക്ഷണം പാർട്ടി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളിവിടെയെല്ലാം ലോക്കലായി കള്ളവോട്ട് ചെയ്യുന്ന കുറച്ച് സെന്ററുകളുണ്ട്, എല്ലായിടെയും ഇല്ല. സെലക്റ്റഡ് സെന്ററുകളിൽ കള്ളവോട്ട് ചെയ്യുന്ന പാർട്ടി സ്ഥിരമായി ആ ഒരു ക്രെഡിറ്റ് CPM-ൻ്റെതാണ്, ഓൺ ക്രെഡിറ്റാണ്. വയക്കര ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ പരിശോധനയിൽ നിരോധിത ഒറ്റത്തവണ ഉപയോഗ വസ്തുക്കൾ പിടികൂടി. പാടിയോട്ടുചാലിലെ പുലരി സ്റ്റോഴ്സിൽ നിന്നും 70 കിലോ അധികം നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് സ്ക്വാഡ് കണ്ടെടുത്തത്. പഞ്ചായത്ത് പരിധിയിലെ അപ്സര ഗിഫ്റ്റ്സിനും ഗാലക്സി കോംപ്ലക്സിനും പിഴ ചുമത്തിയിട്ടുണ്ട്. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പെരിങ്ങോം വയക്കര പഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിലാണ് നിരോധിത ഒറ്റത്തവണ ഉപയോഗ വസ്തുക്കളായ പേപ്പർ കപ്പുകൾ, പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ, പേപ്പർ വാഴയിലകൾ തുടങ്ങിയവ പിടിച്ചെടുത്തത്. പാടിയോട്ടുചാലിലെ പുലരി സ്റ്റോഴ്സ് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് 70 കിലോയിലധികം നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ സ്ക്വാഡ് കണ്ടെത്തിയത്. പ്ലാസ്റ്റിക് ക്യാരി ബാഗ് സൂക്ഷിച്ചതിന് പാടിയോട്ടുചാലിലെ അപ്സര ഗിഫ്റ്റ്സ് ആൻഡ്
ടോയ്സ് എന്ന സ്ഥാപനത്തിനും സ്ക്വാഡ് പിഴ ചുമത്താൻ നിർദ്ദേശം നൽകി. ഇരു സ്ഥാപനങ്ങൾക്കും 10,000 രൂപ വീതം പിഴ ഈടാക്കാൻ പഞ്ചായത്തിന് നിർദ്ദേശം നൽകി. പ്ലാസ്റ്റിക് അടങ്ങിയ മാലിന്യം കൂട്ടിയിട്ട് കത്തിച്ചതിന് പാടിയോട്ടുചാലിലെ ഗാലക്സി കോംപ്ലക്സിനും 5,000 രൂപ പിഴ ചുമത്തി. പരിശോധനയിൽ ടീം ലീഡർ അഷ്റഫ് PP, സ്ക്വാഡ് അംഗം നിതിൻ വത്സരൻ, പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സ്വപ്ന K എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 6,615 രൂപ, പവന് 52,920 രൂപ, വെള്ളി 90 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. EP ജയരാജൻ BJPയിലേക്ക് പോകുമെന്ന് K സുധാകരൻ. പാർട്ടി സെക്രട്ടറി സ്ഥാനം നൽകാത്തതിൽ EP അസ്വസ്ഥൻ. സുധാകരന് മരുന്ന് കഴിക്കാത്തതിന്റെ തകരാറെന്ന് EP ജയരാജൻ. ചരിത്രത്തിലേക്ക് നങ്കൂരമിട്ട് അഴീക്കൽ തുറമുഖം. ആഡംബര ടൂറിസ്റ്റ് കപ്പൽ അഴീക്കലിൽ എത്തി. ഇനി ഉത്തര മലബാറിന്റെ ടൂറിസം രംഗത്തിന് നവോന്മേഷം. വരവേൽപ്പ് നൽകി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ. വിധിയെഴുതാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. പോളിംഗ് സാമഗ്രികൾ ശേഖരിച്ച് പ്രിസൈഡിംഗ് ഓഫീസർമാർ. പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി പോലീസ്. ഏവരും സമ്മതിദാനം വിനിയോഗിക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷണർ. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ശുഭരാത്രി.